ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഇപ്പോഴും തുടരുന്നുണ്ട്. അതിനിടയിൽ തന്നെ ഈ വൈദ്യുതി ഉപയോഗം അത് പീക്ക് ലെവലിൽ എത്തി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അതിനെ തുടർന്നുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. അപ്പോഴും ഈ ലോഡ് ഷെഡിംഗ് ഇല്ല, താൽക്കാലികമായി ലോഡ് ഷെഡിംഗ് ഇല്ല എന്ന് പറയുന്നു. അപ്പം നിയന്ത്രണങ്ങൾ വേണമെന്ന് KEB പറയുന്നുണ്ട്. ആ നിയന്ത്രണങ്ങളിലേക്ക് KEB കടക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. KEB നേരത്തെ യോഗം ചേർന്നിരുന്നു. മുഖ്യമന്ത്രി പങ്കെടുത്തൊരു യോഗമൊക്കെ ഉണ്ടായിരുന്നു. വൈദ്യുതി മന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിരുന്നു. പിന്നീട് മുഖ്യമന്ത്രിയുമായി സംസാരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. തൽക്കാലം ലോഡ് ഷെഡിംഗ് വേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് എത്തിയിരുന്നത്. ഒരു ബദൽ മാർഗം KEBയോട് സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം KEB ഇതിലൊരു ബദൽ മാർഗം മുന്നോട്ട് വെച്ചിരുന്നു. അതായത് ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിൽ മേഖല തിരിച്ച് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അത്തരത്തിലൊരു ബദൽ നിർദ്ദേശമാണ് KSRTC മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ 5500 മെഗാവാട്ടൊക്കെയാണ് വേനൽക്കാലത്തെ മാക്സിമം യൂസേജ് എന്നുള്ളതായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതിന് മുകളിലേക്കൊക്കെ കടക്കുകയാണ്. 5800 മെഗാവാട്ട് കപ്പാസിറ്റി മാത്രമാണ് നിലവിലുള്ളത്. അപ്പോൾ അതിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അത് വലിയ രീതിയിലൊരു ഗുരുതരമായിട്ടുള്ളൊരു പ്രതിസന്ധിയിലേക്കൊക്കെ പോകും. അതുകൊണ്ട് ഈ ഒരു മേഖല തിരിച്ച് നിയന്ത്രണം ഏർപ്പെടുത്താം എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് KEB എത്തിയിരിക്കുന്നത്. ആദ്യം ഈ മലബാർ മേഖലകളിൽ ആ നിയന്ത്രണം കൊണ്ടുവരും. പിന്നീട് ആ രീതിയിൽ അത് എപ്പോൾ എങ്ങനെ വേണം എന്നുള്ള കാര്യത്തിലൊക്കെ വിശദമായിട്ടൊരു സർക്കുലർ പുറത്തിറക്കും എന്നുള്ള കാര്യമൊക്കെ KEB അറിയിച്ചിരിക്കുന്നു. ഏതായാലും അതിൽ അന്തിമ തീരുമാനം എടുക്കുന്നത് വൈദ്യുതി മന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ ചേരുന്ന ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷമൊക്കെ ആയിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്കൊക്കെ കടക്കുക. അതിന്റെ ചർച്ചകൾ ഇപ്പോൾ നിലവിൽ പുരോഗമിക്കുന്നുണ്ട്. അതിനിടെ ഈ സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഇപ്പോഴും തുടരുകയാണ്. പ്രത്യേകിച്ച് പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലാണ് ഈ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നത്. മറ്റെല്ലാ ജില്ലകളിലെയും ശരാശരി താപനില 35 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഉയർന്നിരിക്കുന്നു. രാത്രി താപനിലയും കൂടിയിരിക്കുന്നു. കനത്ത ചൂടാണ് സംസ്ഥാനത്ത് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി ആവർത്തിച്ചിട്ടുണ്ട്. 11 മണി മുതൽ, ഇപ്പോൾ ഈ രാവിലത്തെ സമയമാണ്, പക്ഷേ എങ്കിൽ കൂടെ ഇപ്പോൾ നമുക്കൊരു കനത്ത ചൂട് ഇപ്പോൾ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ഇതൊരു 11 മണി സമയമാകുമ്പോഴേക്കും ഇത് ക്രമാതീതമായി ഈ ചൂട് ഉയരും. അതുകൊണ്ട് തന്നെ 11 മണി മുതൽ വൈകുന്നേരത്തെ 3 മണി വരെയുള്ള സമയത്ത് പുറത്തേക്ക് ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അഥവാ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ പാദരക്ഷകൾ ധരിക്കണം, കുട ധരിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിർജ്ജലീകരണം ഒഴിവാക്കാൻ പരമാവധി വെള്ളം കുടിക്കണം. ദാഹമില്ല എങ്കിൽ പോലും തുടർച്ചയായി വെള്ളം കുടിക്കണം എന്നുള്ള നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ജാഗ്രത പുലർത്തേണ്ടത് പ്രായമായവരും കൊച്ചുകുട്ടികളും ഗർഭിണികളും ഒക്കെയാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഇത്തരത്തിൽ കനത്ത ചൂടേറ്റ് സൂര്യാഘാതമേറ്റ് മരണപ്പെട്ട നിരവധി പേരുടെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയാണെങ്കിൽ, ക്ഷീണമോ തളർച്ചയോ ശരീരത്തിൽ ചുവന്ന പാടുകളൊക്കെ കാണുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഡോക്ടറുടെ സേവനം തേടണം എന്നുള്ളതാണ് നിർദ്ദേശം. ഈ ഒരു സാഹചര്യം വരുന്ന ഒരാഴ്ച കൂടി മുന്നോട്ട് പോകുമെന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പശുക്കൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങളും ചത്തുവീഴുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പ്രത്യേക പരിപാലനം അവർക്കും നൽകണമെന്നുള്ള നിർദ്ദേശം മൃഗസംരക്ഷണ വകുപ്പും പുറത്തിറക്കിയിട്ടുണ്ട്. അതോടൊപ്പം പകർച്ചവ്യാധികളും പലതരത്തിൽ പടർന്നു പിടിക്കുകയാണ്. വൈറൽ പനി, അത് പല ലക്ഷണങ്ങളോടുകൂടി, പുതിയ ലക്ഷണങ്ങളോടുകൂടി തന്നെ വൈറൽ പനികൾ പടർന്നു പിടിക്കുന്നുണ്ട്. ചിക്കൻ പോക്സ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചെങ്കൺ ഉൾപ്പെടെയുള്ള വേനൽക്കാല രോഗങ്ങളാണ് പടർന്നു പിടിക്കുന്നത്. ഇടവിട്ട് ഈ വൈകുന്നേരങ്ങളിൽ ചെറിയ മഴ പെയ്യുന്നുണ്ട്. ആ ഇടവിട്ട മഴ പെയ്യുന്നത് ഡെങ്കിപ്പനിക്കും കാരണമാക്കുന്നുണ്ട്. ഇനി ഈ മാസം അവസാനത്തോടു കൂടി മഴക്കാലം എത്തും. ഈ ഒരു സമയത്ത് വേനൽക്കാല മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ സംസ്ഥാനത്ത് നടത്തേണ്ടതുണ്ട്. അതിലും അത്തരത്തിലുള്ളൊരു നിർദ്ദേശമൊക്കെ സർക്കാർ നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ ഒരു ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ കൃത്യമായി ജാഗ്രത പൊതുജനങ്ങൾ പാലിക്കണം എന്നുള്ളതാണ് നിർദ്ദേശം. രജനി, കാലം തെറ്റിയ കാലാവസ്ഥയിൽ പൊറുതിമുട്ടുക തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ. രശ്മി കാർത്തികയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.